എന്ന തീമുമായി ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. How we made. Hey, listen up. Come on, we'll tell you how you can turn on the spotlight. Action! കേരളവും തമിഴ്നാടും അതിർത്തി പങ്കിടുന്ന ഏതോ ഒരു സ്ഥലത്തെ ഒരു ലോറി തെരുവിലേക്ക് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. എടാ ഇതാ വാളയാർ പരമശിവം. ഈ വാളയാർ പരമശിവം വാളയാർ കിടന്ന് ഡാൻസ് ചെയ്താൽ പോരെ, എന്നിട്ട് ഇവിടെ വന്ന് ഡാൻസ് ചെയ്യുന്നത്. എടാ ഇറക്ക ഇവിടെ മാത്ത മുതലാളി എടുത്ത് ലോറി വാങ്ങിക്കാൻ വന്നത് അങ്ങേര് 10 ലക്ഷം രൂപ ഒരു പാട്ടും പാടണമെന്ന് പറഞ്ഞു. ആ പാട്ടാ പാടിയിട്ട് പോയേ. അല്ല ഞാൻ നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നീ ഏതാ? ഞാൻ ഈ കിടക്കുന്ന ലോറിയുടെ കിളിയാ, നമ്മുടെ മുരുകന്റെ ലോറി. അപ്പൊ പഴവനെ അങ്ങ് പറഞ്ഞു വിട്ടോടാ. മുരുകനായിട്ട് അവൻ ചേരത്തില്ല. അല്ലെ അല്ലു അവനോട്ട് ആരും ചേരത്തില്ലടാ. അവൻ ഈ മലയാളികളെ കണ്ണെടുത്താ കണ്ടുകൂടാ. അയാള് മലയാളിയാണല്ലോ. അവൻ മലയാളിയാ, കാര്യമൊക്കെ ശരിയാ. പക്ഷെ അവൻ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കല്യാണം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവന് തമിഴന്മാരോടേ കാര്യമുള്ളൂ. പക്ഷെ ആളൊരു ഡീസന്റാ. പക്ഷെ എന്നാലും അവൻ മലയാളികൾ പറഞ്ഞ അവന് ദേഷ്യമാ. എന്താ ചേച്ചിക്ക് കുളിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്? ഇങ്ങനെ അസുഖമുള്ളവന്മാരെയൊക്കെ ഞാൻ ചായ കുളിപ്പിക്കാറുണ്ട്. എനിക്കത് കുളിക്കുന്നില്ല. ചായ കടി വല്ല വേണോടാ? കടി വേണ്ട ചേച്ചി, നോവ്. എന്തോ ചായ കുളിക്കണോടാ നിനക്ക്? ചായ കുളിക്കണോ? അതല്ല ഞാൻ പറഞ്ഞത്. മോളെ പൊന്നു, ആ മാവിങ് എടുത്തേ. എന്താടാ? അല്ല വട വെളിച്ചെണ്ണല്ലോ? അല്ല പാമോ ഇല്ല. അങ്ങനെ ഒന്നും ചേട്ടക്ക് വെളിച്ചെണ്ണ ഭയങ്കരമായി പുറത്തോളാം. ആണോ? എത്ര വട വേണം നിനക്ക്? എനിക്കൊരു 5 വട മതി. 5 വട മതി. ഒരു കാര്യം ചെയ്യടാ, ഒരു 10 എണ്ണം കൊണ്ടു ലോറിക്കകത്തുനിന്ന് പോകുമ്പോ തിന്നാലോ. 10 എണ്ണം മതി ചേച്ചി. ഈ പൊന്നൂന്ന് വിളിച്ചാരെയാ? എന്റെ മോള്. ചേച്ചിക്ക് മോളൊക്കെ എന്താ? പിന്നെ എനിക്ക് കോളേജ് പഠിക്കുന്ന മോളില്ലയോ? അയ്യോ, എന്റെ കോളേജ് പോയില്ലെന്ന്? ഇല്ലടാ, ഞാനിപ്പോ അവളെ കോളേജ് വിടുന്നില്ല. അയ്യോ എന്താ? അവളെ കോളേജ് പോയപ്പോ പയ്യന്മാരെ ഭയങ്കര ശല്യം. അവിടെ പുറേനങ്ങ് നടക്കുക പയ്യന്മാര്, പ്രേമലേഖനോ മണ്ണാങ്കട്ടേ എന്നൊക്കെ പറഞ്ഞോണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, മക്കളെ ഇവിടെ ഇരുന്നങ്ങ് പഠിക്കും, അതാ നല്ലത്. പയ്യന്മാരെ കുറ്റം പറഞ്ഞ കാര്യമല്ലേ ചേച്ചി? കാണാൻ കൊള്ളാത്ത പിള്ളേരൊക്കെ ആണെങ്കിൽ അങ്ങനെ ആ പയ്യന്മാരെ. വളരെ കറക്റ്റ്. പെണ്ണിന് പെണ്ണോടെ പോയി കിടക്കുന്നു. മോളെ പോയോ? അല്ല ഒരു സപ്പോർട്ട് തന്നെ. എന്റെ അമ്മയാണോ? അമ്മയെ പോലെ തന്നെ. എന്തൊരു ശാലീനത, എന്തോരടക്കം. എന്റെ മോളായതുകൊണ്ട് പറയുന്നത്. എന്നാലും ഒന്നാന്തരം നർത്തേക്ക് എന്റെ മോള് 4 വർഷം അടുപ്പിച്ചാടിയതാ. അത് കാലൊന്നും പൊള്ളിയില്ലേ? എന്തോ? അല്ല അടുപ്പിച്ചാടിയെന്ന് പറഞ്ഞു. അടുപ്പിച്ചാടിയെന്നല്ല, അടുപ്പിച്ചാടിയെന്ന്. എന്റെ മോക്ക് 9 നവരസങ്ങൾ വരെ അറിയാമോ നിനക്ക്? മക്കളെ ഒന്ന് കാണിച്ചു കൊടുത്തേ അമ്മനെ. നാട്യശാസ്ത്രത്തിൽ ഭരത്കോവി എന്താ പറഞ്ഞെന്നറിയാമോ? എന്തുവാ? എന്റെ ദൈവമേ, ഇത് വിളിച്ചു വരുത്തിയപ്പോൾ നവരസങ്ങൾ പൊതുവെ 9 തരംതിരിച്ചിരിക്കുന്നു. തരംതിരിച്ചോ? അതിൽ 4 ഞാൻ കാണിക്കാം. എങ്ങനെ? ശൃംഗാരം. എന്താ? എന്താ? ഭയാനകം. പഠിച്ചല്ലോ കല്ല. നമ്പറുണ്ടോ? എന്റെ നമ്പരൊന്നുമില്ല. ഫേസ്ബുക്ക് ഉണ്ടോ? നേരെ ഒരു ഫേസ് പോലും ഇല്ല. പിന്നെ ആ ബുക്ക് കുട്ടും വേണം. അവിടെ ഇപ്പോണ്ട് ഈ ഞാൻ ഗന്ധർവ സിനിമ കണ്ടനൊക്കെ പിന്നെ ഇവളെ എനിക്ക് വെളിയിലോട്ടെടുക്കാൻ പേടിയാ. അതെന്താ? വല്ല ഗന്ധർവനെങ്ങാനും വന്ന് കണ്ട് മയങ്ങി വീണാലും. മയങ്ങിയല്ല വീഴുന്നത്, ബോധം കെട്ട് വീഴും. ജോലി എടുത്തോണ്ടെനിക്ക് അങ്ങനെ പോകാൻ പറ്റും? വണ്ണം വരണ്ടായോ? പറഞ്ഞാലും മുരുകൻ എന്തിയടാ? അങ്ങേരെ
തമിഴ്നാട്ടിലൊരു ക്വാർട്ടർ മേടിക്കാൻ പോയേക്കുവാ. ഒരു ക്വാർട്ടർ മേടിക്കാൻ തമിഴ്നാട്ടിൽ പോയല്ലോ. ഇന്ന് 1-ാം തീയതി സാധനം കിട്ടത്തില്ലല്ലോ. പിന്നെ ഈ ബോർഡർ കടന്ന് ഇങ്ങോട്ട് നടന്നു കയറി കഴിഞ്ഞാൽ ആ ചെക്ക് പോസ്റ്റിന്റെ അപ്പുറത്താണല്ലോ തമിഴ്നാട്. எல்லாரும் டீ சாப்பிடுங்க, எல்லாரும் டீ சாப்பிடுங்க. നീ ഒരു മലയാളിയല്ലേടാ മുരുക? പിന്നെ നീ ഇതിന്റെ കഷ്ടപ്പെട്ട് തമിഴ് പറയാൻ പോന്നേ? ഞാൻ ജന്മം കൊണ്ട് മലയാളിയാണെങ്കിലും കർമ്മം കൊണ്ട് ഞാൻ തമിഴാണ്. തമിഴ് മക്കൾ വാഴ്ക 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 വാഴക ഉള്ളത് പറയാല്ല. നേതാക്കന്മാരായി ഇങ്ങനെ വേണം. അണികൾക്ക് എല്ലാവർക്കും അന്തസ്സായിട്ട് ചായ മേടിച്ചു കൊടുക്കണം. ഞങ്ങളുടെ കൊണ്ട് കുറെ നേതാക്കന്മാര് അണികളുടെ പോക്കറ്റിൽ കൈയിട്ട് കാശെടുക്കുന്ന നേതാക്കന്മാര്. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം കൂട്ടി പോകണേ. എടുത്തിട്ട് പോ. തമിഴും വരുന്നില്ല. എടുത്തിട്ട് പോടാ. ഇതാരെന്ന് വിചാരിച്ചു? അത് പഞ്ചായത്ത് ഇലക്ഷൻ നിന്ന് ജയിച്ചാളല്ലേ? ജയിച്ചാള് ശവമാണത്. ഡെഡ് ബോഡി. ദൈവമേ, നല്ല മലയാളികളായി പോയത് മന്ദന്മാര്. കഷ്ടം. ഈ ശവവും കൂട്ടരും കൂടെ ഇങ്ങോട്ട് പിന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. അത് വരുന്ന വഴിക്ക് അവര് ശ്മശാനം എവിടെയാണെന്ന് കേട്ടു. അപ്പൊ ഞാൻ കൂട്ടി കാണിച്ചു കൊടുക്കാൻ വന്നതാ. അണ്ണ ഇവിടെ അല്ലല്ലോ ശ്മശാനം. അണ്ണ അവിടെ കണ്ടല്ലോ ശ്മശാനം. അതെനിക്ക് തെരിയും. എനിക്ക് ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരാൻ ഭയം. ഭയമായിട്ട് ശവത്തിനെ കൂട്ടുപിടിച്ചിട്ട് വന്നില്ലേ? ലോറി വീട്. അക്ക ഒരു ഡബിൾ ഓംലെറ്റ് കൊടുക്കാം. ഡബിൾ ഓംലെറ്റ് മോളെ മുട്ടയും കിട്ടുന്നുണ്ടോ? നിനക്ക് ഈയിടെയായിട്ട് ഭയങ്കര കുടി തന്നെ. ഇല്ല ലോറി എടുത്തിട്ട് വരാം. ലോറിക്കകത്ത് എന്തുവാടാ ലോഡ്? അത് ആക്രിയൊക്കെ. ആക്രിയൊക്കെയല്ല, ലോറിക്കകത്ത് ആക്രിയെന്ന്. ഓ, ഇപ്പൊ ആക്രിയുടെ ബിസിനസ് ആണ്. നല്ല ബിസിനസ്സാ. ഇന്ന് സേലത്ത് കൊണ്ടുപോകണം. ആണോ? പിന്നെ രംഗൻ എവിടെയാക്കാ ഇപ്പൊ? ഓ, അങ്ങനെ കാര്യമൊന്നും പറയാതിരിക്കുന്ന ഇത് കണ്ടപ്പോഴാണോ പേടിച്ചത് അതോ ഇത് മാറ്റിയതിന് ശേഷമാണോ പേടിച്ചത്? അത് കഴിഞ്ഞപ്പോ ഞാൻ ആലോചിക്കുന്നത് രംഗൻ എവിടെയാക്കാം. ഓ, അങ്ങനെ കാര്യം പറയാതിരിക്കുന്ന ഭേദം. രാവിലെ അങ്ങ് ഇറങ്ങിപ്പോ വൈകുന്നേരം 4 കാലയിലൊക്കെ വരുന്നു. എന്നിട്ട് എന്നെ എന്റെ കുഞ്ഞുങ്ങളെ ഇട്ടങ്ങ് ഉപദ്രവ ഞാനിവിടെ സഹിക്കുക. എന്താ അക്കാ, രംഗണ്ണ വെള്ളം അടിച്ച് കവലെ കിടന്ന് വലിയ വിഷയം ഉണ്ടാക്കുന്നു. അയ്യോ, അണ്ണൻ ഇപ്പൊ അങ്ങോട്ട് വരും. കടയെടുത്തിട്ട് ചേച്ചി രക്ഷപ്പെട്ടോ. ഇപ്പൊ അങ്ങനെ പനി ഇവിടെ എന്തെല്ലാം നടക്കുന്നത്? എനിക്ക് വയ്യ. ആരാ ലോറി? പുറങ്കളോട് തൊട്ടല്ല തവിട് കൂടിയാവും ലോറി. കാര്യം രംഗനെക്കാറില്ല. 50 രൂപ നിങ്ങൾ വിട്ടരുത്. എന്റെ സ്വഭാവയില് മുട്ടുകോടി കെട്ടി ഞാൻ. ഇതാണ് രംഗാണെന്ന്. എടേ എന്റെ കാശ് പിന്നെ കാശുണ്ടാക്കി വെച്ചേക്കുന്ന ഇവിടെ കിടന്ന് വേണോ? ഞാൻ ഇവിടെ കിടന്ന് സഹിക്കുക. എന്തെല്ലാം കഷ്ടപ്പാടൊക്കെ ഇവിടെ സഹിക്കുന്നത് അറിയാമോ? ഈ മനുഷ്യൻ തരണം. ഇവിടെ അങ്ങ് 1000 രൂപ എന്നെ കൊടുക്കാൻ പിടിച്ച് അങ്ങനെ കാണുന്ന പോലൊന്നുമില്ല പിള്ളേരെ. ഒടുക്കത്തെ ആരോഗ്യമാ. ഒരു തല്ലി 4 ദിവസം പൊങ്ങത്തില്ല അറിയാവോ? നിങ്ങൾ ഈ പറയുന്നവരല്ലേ? പറഞ്ഞോ ആരാ ഇവിടെ? അയ്യോ, എന്നെ തല്ലിക്കൊല്ലുന്നു. ചേച്ചി, എന്റെ പച്ചത്രായി 2 പൊറോട്ടയും 1 മുട്ടക്കറിയും 1 ചായയും. 2 പൊറോട്ട 1 മുട്ടക്കറി ചായ 45 രൂപ. എന്താ 50? 5 രൂപ പോ. 5 രൂപ പോടാ. ഇത് സ്ഥിരം പരിപാടിയാണല്ലോ. ചെറുക്കിന് മോട്ട ഉണ്ട് 5 രൂപ വെച്ചപ്പോ. ഇതെന്തുവാ? അക്ക വീണ് തറയില് വീണു. ഇതെന്തുവാ? നിങ്ങളെ ഭർത്താവ്. ഓ, കാട്ടമോ? വിറകപ്പ വെക്കാൻ അടുപ്പ് കൊണ്ടുപോവാണോ? ഓ, ഇതിനെ അതിനും കൊള്ളത്തുള്ളൂ. ആരാണ് അവിടെ ലോറി ഒതുക്കിയിട്ടേക്കുന്നത്? പറഞ്ഞ പോലെ ആരാണ് ലോറി ഒതുക്കിയിട്ടിരിക്കുന്നത്? സാറാണോ? പോലീസുകാരെടുത്ത് വേല ഇറക്കാനുണ്ടല്ലോ. ആരാടാ എന്റെ ഡ്രൈവർ? ആരാടാ? ഞാൻ താൻ. തമിഴിനാണല്ലേ? തമിഴനല്ല, എന്നാ തമിഴനുമാണ്. ഒരു 100 രൂപ ഞാനെടുക്കാം. അതല്ല, എന്തിനാണെന്ന്? എടാ, ഒരു പോലീസുകാരന്റെ അടുക്ക 100 രൂപ എന്തിനാണെന്ന്? ഒരു 100 രൂപ കണ്ട. 100 ഒന്നുമില്ല. ലൈസൻസ് ഉണ്ടോ നിനക്ക്? ഇருக்கு സാർ. ഒരു പൊല്യൂഷൻ ടെസ്റ്റ് ഉണ്ടോ? ഇருக்கு സാർ. എല്ലാം ഇറുക്കി. എടാ, ഇതിന് ലോഡ് കൊണ്ടുപോകാനുള്ള പെർമിറ്റ് ഉണ്ടോ? അത് ഇருக்கு സാർ. എല്ലാം ഇവൻ ഇറുക്കി കൈ വെച്ചേക്കാണ്. ഉണ്ടെന്നാ പറഞ്ഞ. എന്നാ ഒരു 50 രൂപ. എതുക്ക് സാർ 50 രൂപ? 50 രൂപ ഒന്നുമില്ല. യൂണിഫോം ഇടറാ. ആണ്ട്
ഇതെന്റെ യൂണിഫോം. നിന്റെ യൂണിഫോം എവിടെ? അത് ഇവിടെ താഴോട്ട് എവിടെടാ? ഓ താഴെ വേണോ? മേളക്കാക്കി കീഴക്കാക്കി എവിടെ? ഇതെന്തിനാണ് നടുക്ക് കയ്യിൽ കൊടുത്തേക്കുന്നത്? ഇത് ബെൽറ്റ്. സാറേ, തമിഴ്നാട് ദേശങ്ങളിൽ ആൾക്കാർ കയ്യിൽ ഉപയോഗിക്കുന്നത് ബെൽറ്റായിട്ടാണ്. പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. കൈ ചൊറിയുന്നതാ, എന്തെങ്കിലും കാണാൻ. കൈ നീട്ട് എന്തെങ്കിലും തരാൻ. പിച്ചക്കാരന്മാര് എന്നാണ്ട് വിശേഷം? ഈ വയസ്സുകാലത്ത് എനിക്കാ വിശേഷം. എല്ലാത്തിനും ഞാൻ എടുത്തോളാം. മാമ, ഈ പെണ്ണ് പിന്നെ പൊന്നാണ്. എന്റെ പൊന്നൊക്കെ ഒന്ന് എവിടെ കെട്ടിച്ചു വിടണം, അല്ലെങ്കിൽ അകത്തണം കൂടി കെട്ടിയിടണം. ഇവിടെ മൂത്തവളെ കെട്ടിക്കാതെ ഇവിടെ എങ്ങനെയാടാ കെട്ടിച്ചു വിടുന്നേ? മൂത്തവളാ? ഓ പറഞ്ഞാലും മൂത്തര് വെച്ചുണ്ടല്ലേ കല്യാണം കായൊക്കെ. ഇങ്ങനെ നോക്കുന്നു. നല്ല പയ്യന്മാർ നല്ല വല്ല പരിപാടി നമ്മള്. പറ്റിയ ഒരു പയ്യനുണ്ട്. ആരാടാ? ഉണ്ട്. എന്താ നിനക്ക് ഈ അക്കാര മൂത്ത മോളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? എങ്ങനെ? അതായത് ഈ പെണ്ണിന്റെ ചേച്ചിയെ നല്ല നിനക്ക് ചേരും, നല്ല സ്വഭാവമാണെന്ന് നിനക്ക് ചേരുമെന്ന്. വേണ്ട 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 ഞാൻ ചുമ്മാ പറഞ്ഞു. വേണ്ട, തിരിച്ചെടുത്തു. വേണ്ടെന്ന് വേണ്ട വേണ്ട. കഷ്ടം തന്നെ. എവിടെയൊക്കെ മോള്? എന്റെ പൊന്നു പെണ്ണേ, നീ എന്റെ ഏറെ കുത്തി. മോളെവിടെ പോയി? മോൾ അമ്പലത്തിൽ പോയേക്കുന്നതാ. അതാ വന്നല്ല. മോളെ എപ്പടി സൗഖ്യമാ? മാമനെ മനസ്സിലായോ? ഇത് ഇതാണ് ഞാൻ പറഞ്ഞ ഈ ചേച്ചിയുടെ മൂത്ത മോള്. ഏയ് മടിയാ, പോയ ബുദ്ധി ആന പിടിക്കാൻ വരത്തില്ലെന്നാ. ബുദ്ധി ആ വണ്ടിയുടെ ആറ്റിൽ ബെന്തായെന്ന് പറഞ്ഞിട്ട് മണിക്കൂർ കുറയായി. ഞാൻ വർഷാപ്പ് വിളിച്ചോണ്ട് വാ. ആര്? മേശരിയാ? മേശരി. മേശരിയെ കൂയിന്ന് വിളിക്കാൻ മതിയല്ലോ, വരുമല്ലോ. അന്ന് മേശരിയുടെ ഒരു കൂയിന്നാണോ? അല്ലെന്ന്, ഞാൻ അപ്പുറത്തല്ലയോ വർഷാപ്പ്. എന്നാ പോയി വിളിച്ചോണ്ട് വാടാ. കൂയി മേശരി. മാമ, നമ്പറുണ്ടാ? നമ്പറുണ്ട്. KLV 2027. വിളിച്ചാ കിട്ടും? കിട്ടൂല, ഇതിന്റെ രജിസ്ട്രേഷൻ നമ്പറാ. മകളെ, ഏത് മോനാ അസുഖം എന്ന് പറഞ്ഞേ? മോനാ? ഏത് മോന്? ലോറി മോൻ. ലോറി മോനാ? സാറിത് വണ്ടി വണ്ടി, ലോറി മോനല്ല. വണ്ടി വണ്ടി. എവിടെ അസുഖം എന്ന് പറഞ്ഞേ? ഇതാണോ മോന്? ആക്സില് ബെന്റ്. ആക്സില് ബെന്റ്. വർഷാപ്പണിയൊക്കെ അറിയാമോ? പിന്നെ ആണോ പെണ്ണോ? ആണോ പെണ്ണോ? സാറത് വണ്ടി, ലോറി, ആണും പെണ്ണും എന്തെന്ന്? ലോറിയിൽ ആണും പെണ്ണും ഉണ്ട്. അതെങ്ങനെ? പിന്നെ നിങ്ങൾ ലോറി ഓടിച്ചു പോകുന്ന ആളല്ലേ? ഈ ലോറി ഇങ്ങനെ ഓടി ഒരു വേലി ചാടി പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എത്ര വാട്ടി വേലി ചാടിയിട്ടുണ്ട്. അപ്പൊ പെണ്ണ് വേലി ചാടിയ പെണ്ണ്. പെണ്ണ് അപ്പൊ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി ഏതെങ്കിലും ലോറി ഓടി കുഴി വീണിട്ടുണ്ടോ? കുഴി വീഴാറുണ്ടല്ലോ. അതാണ് വലിയ മെസ്സേജ് ഞാൻ ചോദിച്ചത്. ഈ വേലി ചാടി ചെന്ന് കുഴി വീഴുന്ന വണ്ടിയെ പിന്നെ ഏത് കണക്കിൽപ്പെടും? ഈ രണ്ടും കെട്ടെ എന്നെ പോലെ കണക്ക്. എന്താ അസുഖം എന്താന്ന് പറഞ്ഞേ? ഇത് ആക്സിൽമെന്റ്. ആക്സിൽമെന്റ് ഇപ്പൊ ശരിയാക്കി തരാം. ഒരു ചെറിയ സ്പാനർ കിട്ടും. എന്താ മാമ? ചെറിയൊരു സ്പാനർ. നമ്പറുണ്ടോ? 1210. ഫോൺ നമ്പറാണ്. ഫോൺ നമ്പറാണ്. ഓടി വെച്ചാൽ കൂടെ കാണാം. അങ്ങനെ സമ്മതിക്കത്തില്ല. നിങ്ങൾ പറഞ്ഞ സാധനം ശരിയാക്കി. പറയണമെന്നില്ല ഇടയ്ക്കിടയ്ക്ക്. ട്രെയിൻ പണിയുന്ന മേച്ച്. ആഹാ, ഇത്രയുള്ള എന്താ കംപ്ലൈന്റ്? അല്ല നോക്കുക, ഇത്രേ ഉള്ളൂന്ന്. ഇപ്പഴല്ലേ ക്ലിയറായി? സംഭവം ഓക്കെ ആയിട്ടാ. രക്ഷപ്പെട്ട്. ഇത്രേ ഉള്ളൂ. രക്ഷപ്പെട്ട്. ഒരു 2500 രൂപ. 2500. എന്തിന്? വണ്ടി പണിക്കാൻ. ഈ ഒരു ബോട്ട് ടൈറ്റ് ചെയ്ത് 2500 രൂപ. ഇത് എവിടത്തെ ന്യായം സാർ? 100 രൂപ തീരുന്ന കേസല്ലേ ഉള്ളൂ. 100 എടാ, ഈ പാട്ട വണ്ടി പണിക്കാൻ 100 രൂപ. ഇത്രയും നേരത്തിന് മോനം തന്നെ വിളിച്ചോണ്ട് ഇപ്പൊ പാട്ട വണ്ടിയാ. ഞാൻ വേറെ വല്ല കൂടെ വിളിച്ചു പറയും. നീ അത് വിളിച്ചോണ്ടേ കാശ് മേടിച്ച. അണ്ണാ ഈ പൈസ പൈസ പോയി കാശ് മേടിച്ചോണ്ട് ഇതെന്താ ഞാൻ ബ്ലോക്കിന്റെ ബെഞ്ചിലോ? 2500 രൂപ വാങ്ങിച്ചോടാ. 100 രൂപ പോലും തരത്തില്ല. 100 രൂപ പോലും എടാ, യവനൊക്കെ ആരുടെ അല്ലെങ്കിൽ ഇങ്ങനെ തമിഴന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിഞ്ഞു കഴിഞ്ഞാൽ കാശ് തരത്തില്ല. അതാ കാശ് മേടില്ല. തമിഴന്മാരെ വല്ല പറയുന്നത് സോമാറ്. തമിഴന്മാരെ കൊള്ളത്തില്ല. ആരും കൊള്ളത്തില്ല. നീ എന്റെ ഭാഗത്തെ ആളാ. തമിഴന്മാരെ കുറിച്ച് പറയുന്നത് എന്റെ സോമാറ്. ലോകം മഹാ വലിയൊരു നടന്റെ സിനിമ അവിടെ റിലീസ് ചെയ്യാൻ സമ്മതിക്കാത്ത തമിഴന്മാരാ. മലയാളികളാണ് അവിടെ റിലീസ് ചെയ്യാൻ. പോടാ. നിങ്ങൾ ന്യായമൊന്നും പറയണ്ട. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ
സൗത്ത് ഇന്ത്യ കിടന്ന് ഇത്തിരി ഇംഗ്ലീഷ് പറഞ്ഞാൽ യവന്മാരോട് എന്തെല്ലാം പുക്കാറ് കുഴപ്പങ്ങളുണ്ടാക്കി. ആ പയ്യൻ നമ്മുടെ സൂപ്പർ സ്റ്റാറാ, സൂപ്പർ സ്റ്റാർ. സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ യോഗ്യതയുള്ള ഒരേ ഒരു നടനെ ഇന്ന് ലോകത്തിലുള്ളൂ. നമ്മുടെ രജനിയാണ്, നമ്മുടെ രജനികാന്ത്, നമ്മുടെ ദളപതി. ദളപതിയിൽ ആരാ നായകൻ? ആര്? മമ്മൂട്ടി. രജനികാന്ത്. മമ്മൂട്ടി. രജനികാന്ത്. മമ്മൂട്ടി. രജനികാന്ത്. രജനികാന്ത്. எல்லாம் சுட்டு தள்ளு புதுசா இப்போ பிறந்தோம்னு எண்ணிக்கொள்ளடாடு. பயணம் எங்கே போறால் என்ன, பாதை 100 ஆனால் என்ன, தோட்டம் வச்சவன் தண்ணீர் விடுவான் சும்மா நில்லட்டா. ஊத காத்து வீச உடம்புக்குள்ள கூச குப்ப கோலம் வத்த வச்சு காயலாம். கை போறக்கும் நாளை விடியும் நல்ல வேளை, பொங்கப்பாலு வெள்ளம் போல பாயலாம். அச்சு வெள்ளம் பச்சை வீசி வெட்டி வச்ச செங்கரும்பு அத்தனையும் தித்திக்கிற நாள்தான். பட்டுக்குயில மனசுக்குள்ள பாட்டுக்கென்றும் பஞ்சம் இல்ல பாடத்தான். பகலை தட்டி துள்ளிக்கு എടുക്കത്തില്ല. ഞങ്ങളുടെ ജോലി നിനക്ക് തമിഴ്നാടിന്റെ വലിയ കാര്യം മലയാളികളെ പിടിക്കത്തില്ല. ഇതൊക്കെ ഓട്ടം പോയില്ലേ? ഓട്ടം താക്കോല്. താക്കോലോ? ഓട്ടം പോകണ്ട. എന്താ മുതലാളി? ഓട്ടം പോകണ്ടെന്ന്. അത് കാര്യം എന്താ? ഡീസലിന് വില കൂടിയത് ഇന്നത്തെ പേപ്പറിൽ. ഡീസലിന് വില കൂടി? ആ ഡീസലിന് വില കൂടിയാണ് ഓട്ടം പോകണ്ട. ഇനിയിപ്പോ എന്തോ നമ്മൾ ചേലത്ത് കൊണ്ടുവന്ന് ഈ സാധനം എല്ലാം ഇറക്കണ്ടേ? തിരിച്ചുകൊണ്ട് സാധനം ഇറക്കണം പറഞ്ഞാൽ നീയൊക്കെ ഇത് അവിടെ കൊണ്ട് ഇറക്കി വെച്ച് തിരിച്ചു വരുമ്പോഴേ ഇതേ 4 വണ്ടി വെച്ച കാര്യത്തിന് ഡീസൽ അടിക്കണം. അയ്യോ മുതലാളി, എന്നാൽ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ വഴി? ഈ സേലത്ത് കൊണ്ടുവന്ന് ആക്രി സാധനം ഇറക്കത്തില്ലയോ? ആക്രി സാധനം ഇറക്കും. അതിന്റെ കൂടെ ഒരു ആക്രി സാധനം കൂടെ നമുക്ക് കൊടുക്കാം. എന്തോ ആക്രി? കൊണ്ടുപോകുന്ന ഈ വണ്ടി ഇത് പൊളിച്ചങ്ങ് കൊടുത്തേക്കാം. അല്ലാതെ എന്തോ ചെയ്യാനാ? പുതിയ തീരങ്ങൾ റൗണ്ടിൽ നമ്മുടെ ഫിറോസ് ചേട്ടന്റെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇവിടെ മത്സരിച്ച ഇനം വളയമായിരുന്നു. അതെ. നിങ്ങൾ വളയം പിടിച്ചത് സ്ട്രെയിറ്റ് ആയിട്ടാണോ അതോ ഇനി ഗട്ടറിൽ വീണോ? നമുക്ക് ചോദിച്ചു നോക്കാം. ലാൽ സാർ? ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ചിരിക്കാതിരിക്കാനുണ്ടായിരുന്നു. ഒരുപാട് ഒരു നല്ല ചിരി കഴിഞ്ഞിട്ട് അടുത്തൊരു ചിരി വരാനുള്ള ഗ്യാപ്പ് വല്ലാതെ സ്ട്രെച്ച് ചെയ്തതിനു ശേഷം അടുത്തൊരു തമാശ വരുന്നത്. റിഹേഴ്സൽ കുറവിന്റെ ഭയങ്കരമായിട്ടുള്ള അവസ്ഥകളുണ്ടായിരുന്നു. ഭർത്താവിന്റെ എൻട്രി മോണിറ്ററിൽ വന്ന് ആ ബിൽഡപ്പ് വന്നപ്പോ തന്നെ അത് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ തന്നെ മളച്ചേട്ടൻ പറഞ്ഞു ഒരു മെലിഞ്ഞ ഭർത്താവ് വരും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വളരെ അത് എക്സ്പെക്ട് ചെയ്യുന്നതായിപ്പോയി. പക്ഷെ വന്നതിന് ശേഷം ഉണ്ടായിരുന്ന അടിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവിടെ ഭാര്യയുടെ മുതുകത്ത് കയറിയിരിക്കുന്നതും അതറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഏരിയ മൊത്തത്തിൽ വളരെ രസകരമായിട്ട് തോന്നിയായിരുന്നു. പിന്നെ ക്ലൈമാക്സും ഒട്ടും ഇംപ്രസീവ് ആയില്ല. കുറച്ചും കൂടി നല്ലൊരു ക്ലൈമാക്സ് വേണമായിരുന്നു തോന്നി. സെറ്റും കാഴ്ചയിലും ഒക്കെ മനോഹരമായിരുന്നു. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. സീമ ചേച്ചി? ഭയങ്കര ഇഷ്ടമായി ഡെഡ് ബോഡിനെ. ഹസ്ബൻഡ് വന്നതിന് ശേഷം ഉള്ള പോർഷൻസ് നന്നായിരുന്നു. അത് കിടന്നിട്ട് അങ്ങനെ കണക്ക് ചോദിക്കുന്നത് എത്രയാ കഴിച്ചതെന്നൊക്കെ ഇതൊക്കെ നന്നായിരുന്നു അസലായിരുന്നു. പിന്നെ ഡ്രൈവർ നന്നായിരുന്നു. അനീഷ അല്ലേ? നന്നായി ചെയ്തു. എല്ലാരും നന്നായിരുന്നു. അതുപോലെ ഭയങ്കര ഇഷ്ടമായി മമ്മൂക്കേന്റെ ആ ഒരു ഡാൻസ്. ശരിക്കും അങ്ങനെ അതാണല്ലോ ചെയ്യുന്നേ. അതുകൊണ്ട് നന്നായിരുന്നു, അസലായിരുന്നു അത്. പിന്നെ രജനീകാന്ത് ആസ് യൂഷ്വൽ, പക്ഷെ മമ്മൂക്കേനെ അങ്ങനെ തന്നെ കോപ്പി അടിച്ചത് നന്നായിരുന്നു, അസലായിരുന്നു. മൊത്തത്തില് എനിക്കിഷ്ടായി. എനിക്ക് 2-3 സ്ഥലത്തൊക്കെ ചിരിക്കാനുണ്ടായിരുന്നു. നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സീമ ചേച്ചി. പട്ടു ചേട്ടാ? ഓപ്പണിംഗ് ഗംഭീരമായി. താങ്ക് യു. നമ്മുടെ ടീം തന്നെ
കേരള തമിഴ്നാട് ബോർഡർ നടക്കുന്നതാണ്. ഈ സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് കുറച്ച് തമാശകളൊക്കെ നിങ്ങൾ കൊണ്ടുവരാൻ നോക്കി. ചില സാധനങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്തു. അത് അതിന്റേതായ രീതിയിൽ വർക്കൗട്ട് ആയോ എന്ന് ചോദിച്ചാൽ ആയില്ലെന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് ആ ശവത്തിന്റെ ആ ഭാഗമൊക്കെ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. റോസ് ചെയ്തതിനകത്ത് കുറച്ചും കൂടി ഒരു സ്വല്പം ഡ്രാമ കയറി വന്നപ്പോ അത് വളരെ കാഷ്വലായിട്ട് ചുമ്മാ ടച്ച് ചെയ്ത് പോയാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്ന സാധനം അവിടെ വെച്ച് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ചായയൊക്കെ കുടിച്ച് തമാശ പറയാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ എടുത്തുകൊണ്ട് പോയപ്പോ അതിന്റെ ഒരു ചെറിയൊരു സുഖക്കുറവുണ്ടായിരുന്നു. പറഞ്ഞ പോസിറ്റീവ് സൈഡുകളൊക്കെ ഇനി എടുത്തു പറയുന്നില്ല. അതെല്ലാം തന്നെ വളരെ ഗംഭീരമായി. ഏറ്റവും എനിക്ക് ഇഷ്ടമായത് നമ്മുടെ ദീപുവിന്റെ ചിന്നുമോള് കൊള്ളാം കേട്ടോ, നന്നായിരുന്നു. പ്രത്യേകിച്ച് ആ നവരസം കാണിച്ചത്. അതാ പെൺകുട്ടി നവരസം കാണിച്ചതിനകത്തും അത് കഴിഞ്ഞിട്ട് ഒറ്റക്കാലിൽ നിന്നിട്ട് ഇതെങ്ങനെയുണ്ട് എന്ന് ചോദിച്ച സംഭവമൊക്കെ ഇല്ലേ, അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിന് ഫിറോസ് റിയാക്ട് ചെയ്തതും ഒക്കെ കൊള്ളായിരുന്നു. എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ സാർ പറഞ്ഞ തന്നെയാണ്, ആ നമ്മുടെ കേരള തമിഴ്നാട് വെച്ചിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയി. അത്രയും കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ലായിരുന്നു. രണ്ടുപേരും വന്നു, ഒരാള് മമ്മൂക്കയെ പറ്റിയും രജനീകാന്ത് സാറിനെ പറ്റി പറഞ്ഞിട്ട് ആ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഫ്രീസ് ചെയ്തിട്ട് ഇവിടെ ഇവരുടെ ആ പെർഫോമൻസ് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയേനെ. മറ്റേ ആ ലാഗ് നമുക്ക് ഒഴിവാക്കാനും പറ്റിയേനെ. പിന്നെ നമ്മുടെ ശരത്തിന്റെ ആ കഥാപാത്രം മുഴുനീള ശരത്ത് അങ്ങനെ തന്നെ അത് നന്നായിട്ട് നിന്നു. എനിക്കിഷ്ടമായി. മറ്റേ പുറത്തെന്തോ പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഭർത്താവിനെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നീട് ആ അയ്യോ എന്ന് പറഞ്ഞിട്ട്, കാരണം ഭർത്താവ് മേളിക്ക് തല്ലുന്നുണ്ട്, അത് നാണക്കേടാവണം, നമ്മൾ അറിഞ്ഞില്ലെന്നുള്ളത്. ആ പോർഷനൊക്കെ നന്നായിരുന്നു. കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. അത് കാരണം അതാണ് അയാളുടെ ലാംഗ്വേജ് അങ്ങനെ, ആ ബോഡി ലാംഗ്വേജ് അങ്ങനെ കൊണ്ടുവന്ന് നിങ്ങൾ അത് ഉദ്ദേശിച്ച് ചെയ്ത് തന്നെ ആയുണ്ടാവും. എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ പ്രകടനം എന്നെ സംബന്ധിച്ചിടത്തോളം അല്പം നിരാശപ്പെടുത്തുന്നതാണ്. അടുത്തതിൽ കലക്കണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇനി മാളച്ചേട്ടൻ എന്താ പറയാനുള്ളത് കേൾക്കാം. ഞാൻ നിങ്ങളുടെ സ്കിറ്റ് കാണാൻ വേണ്ടി മാത്രമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കറക്റ്റ് അല്ല എന്റെ ഡ്രസ്സ്, ഞാൻ ബ്ലാക്കും വൈറ്റും. അത് മനഃപൂർവ്വം ചെയ്തമാതിരി തോന്നരുത്, അറിയാതെ ചെയ്തു പോയതാണ്. പിന്നെ ഞാൻ ഇതിന്റെ പ്ലസ് പോയിന്റ്സ് മാത്രമാണ് പറയുന്നത്. ഇതിനെപ്പറ്റി മൈനസ് പോയിന്റ് ഒക്കെ ഇവർ പറഞ്ഞു കഴിഞ്ഞു, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ലോറി പോലത്തെ ഒരു ഭാര്യയും സൈക്കിൾ പോലത്തെ ഒരു ഭർത്താവും പുറത്ത് കയറിയിരുന്നിട്ട് ഏതോ ഒച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നു അല്ലേ, അത് അസലായിട്ട് അഭിനയിച്ചിട്ടോ. നന്നായിരുന്നു. പെൺകുട്ടിയുടെ എൻട്രൻസ് ആദ്യം ചെറിയൊരു പഴവ് പറ്റി, അതൊക്കെ സഹിക്കാം. പിന്നെ ഇതിലേക്ക് ഏറ്റവും ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നത് വേറൊന്നുമല്ല, ഒരാൾ ഇവിടുന്ന് അഴിഞ്ഞു പോയില്ലായിരുന്നു, പാമ്പ് പോകുന്ന പോലെ മുങ്ങിയത്. ഇന്ത്യൻ നേവിയിൽപ്പെട്ട ആള് അല്ലേ, മുങ്ങൽ വിദഗ്ധൻ അല്ലേ, അത് ഭയങ്കര രസമായിരുന്നു. ആരും ശ്രദ്ധിച്ചോ? ആ സമയത്ത് അങ്ങനെ താഴ്ത്തു വീണ് പോയത് കൊണ്ട് അങ്ങനെ ചെയ്താണല്ലേ. അതാണ് ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റിന് വേണ്ട ഏറ്റവും വലിയൊരു കഴിവ്. ഒരു സന്ദർഭം വരുമ്പോ അതനുസരിച്ചിട്ട് മാറാൻ പറ്റണം എന്ന് പറയും. അത് നിങ്ങൾ അവിടെ സാധിച്ചു. അതാണ് ഈ സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയപ്പോ അതെന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയില്ല എന്നുള്ളതാണ്. ആ കാര്യത്തിൽ അത് പറ്റണമായിരുന്നു. നിങ്ങളുടെ ചായക്കട ഇപ്പുറത്തായിരുന്നു നിങ്ങൾ റിഹേഴ്സൽ ചെയ്തത്, ഇവിടെ വന്നപ്പോ ഇങ്ങനെ ആയെങ്കിൽ അതനുസരിച്ച് മാറാനും പൊസിഷനിങ് കീപ്പ് ചെയ്യാനുമായിട്ടുള്ള ഒരു ആ സമയത്തുള്ള ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് തീരുമാനങ്ങളിൽ വലിയ കാര്യമുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണത്. അതുപോലെ എല്ലാവരും ചെയ്യണമായിരുന്നു, ഒന്ന് ശ്രദ്ധിക്കണത്. പിന്നെ ഇതിപ്പോ നടന്ന സംഭവമാണത്. ഈ ശവം കൂട്ടുപിടിച്ചു വന്നു പറഞ്ഞില്ല, ആരായിരുന്നു അത്? നിങ്ങളല്ലേ പറഞ്ഞേ ശവം കൂട്ടുപിടിച്ചു വന്നാണ് പേടിച്ചിട്ടല്ലേ. ഇങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായി. സത്യം പറയാം. ഞാൻ അന്നമനട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സിനിമ കാണാൻ പോയി. രാത്രി മറ്റേ സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ എന്റെ കൂടെ 2-3 പേരുണ്ടായിരുന്നു. അവര് മുങ്ങി എന്നെ ഒറ്റയ്ക്കാക്കി. അപ്പൊ അന്നമന്റെ പാളയംപറമ്പ് വഴി ഞങ്ങളുടെ വീടിന്റെ അവിടേക്ക് ഒരു വഴിയുണ്ട്. അതിലേ വരുമ്പോ കുറച്ച് ആൾക്കാർ എന്റെ മുമ്പിൽ അപ്പൊ ഇത്ര അടുത്താ ഇങ്ങനെ കുറെ വെച്ചേക്കാം. നോക്കിയപ്പോ എന്താണെന്നറിയോ, കുറെ കഴിഞ്ഞപ്പോ ഇത് കാണാൻ ഈ ആൾക്കൂട്ടം കാണാനില്ല. കുറെ അങ്ങ് മാറി ഒരു ഇടവഴിയിലേക്ക് ഇങ്ങനെ മാറിയിരിക്കുന്നവര്. കുറെ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഓടിയ ലൈറ്റ് ഇല്ല. പാളയംപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോ ലൈറ്റ് ഉണ്ടാവും. അവിടം വരെ ഓടിയാൻ 2.5-3 കിലോമീറ്റർ ഓടി. കുറെ കഴിഞ്ഞ് അവിടെ കുത്തിയിരുന്നപ്പോ പുറയുന്ന ഒരാള്, ഒരു പീഡിയത്തിനെ കയറി കുത്തിരിക്കും. പുറയുന്ന ഒരാള്, ഒരു ബീഡി തരൂ, ഒരു പ്രാന്തൻ. അപ്പോഴും പേടിച്ചു. നോക്കിയപ്പോ അവിടുന്ന് ഈ പണ്ടാര ശവം എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടില്, വസൂരി പിടിച്ച് ചത്തട്ട് അത് പായിൽ കെട്ടി പൊറിഞ്ഞു കൊണ്ടുവരിക കുറെ ആൾക്കാർ. ഞാൻ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മാറിയത്. കുറെ കഴിയുമ്പോ അവര് കൊണ്ടുവരുന്നു ഇവരെ. എന്നിട്ട് ആ ശവത്തിന്റെ കൂടെ പിന്നാലെ ആൾക്കാരുണ്ടല്ലോ. ഞാൻ എന്റെ വീട് വരെ പോയി,
എന്റെ വീടിനടുത്താണ് ഒരു കുന്നുണ്ട്, അവിടെയാണ് ശവം മറവിക്കുന്നത്. ഉണ്ടായ ശവം ബൈ ഗോഡ് അങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ അത് ചെയ്ത് അരോചകത്വമൊന്നുമില്ല, കറക്റ്റ് ആയിരുന്നു ചെയ്തത്. അങ്ങനെ അനുഭവം ഉണ്ടായെന്ന് പറയാൻ വേറെ ഒന്നുമില്ല. എനിക്ക് വേറെ ഒന്നുമില്ല. എങ്ങനെയാണ് മാർക്കിന്റെ കാര്യം എന്ന് പറയുമ്പോഴാണ്. താങ്ക് യു മാളച്ചേട്ടാ. നമുക്കിനി മാർക്സ് ചോദിക്കാം. സർ, 30 ഇവർക്ക് എത്ര മാർക്സ് ഉണ്ട്? 30 25 മാർക്ക്. താങ്ക് യു സർ. സീമ ചേച്ചി? 30 25. താങ്ക് യു ചേച്ചി. പക്രു ചേട്ടാ? 25 മാർക്ക്. 75 കിട്ടി. ഇനി 10 മാളച്ചേട്ടന്റെ മാർക്ക്. 5 മാർക്ക് സെറ്റിനും 2 മാർക്ക് നിങ്ങൾക്ക്, അങ്ങനെ 7 മാർക്ക് മൊത്തം. ഈ റൗണ്ടിനായി ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് നേടിയിരിക്കുന്ന ടോട്ടൽ സ്കോർ ഇങ്ങനെയാണ്: 100-ൽ 82 മാർക്ക്.